നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ നോക്കുന്നത് അവിട്ടം നക്ഷത്രമാണ്. 2025 ജൂൺ മാസത്തിലെ ജ്യോതിഷ ഫലങ്ങൾ. ജ്യോതിഷത്തിലെ 23ാമത്തെ നക്ഷത്രമാണല്ലോ അവിട്ടം. ഇത് മകരൻ രാശിയുടെ 23 ഡിഗ്രി 20 മുതൽ കുംഭൻ രാശിയുടെ 6 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ചൊവ്വയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹം. 8 വസുക്കൾ ആണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതമാർ, അഷ്ടവസുക്കൾ. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഊർജ്ജസ്വലത, ധൈര്യം, കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ്, സംഗീതത്തിലും കലകളിലുമുള്ള താല്പര്യം എന്നിവയുണ്ടാകും. ഇവർക്ക് ധനം സമ്പാദിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. 2025 ജൂൺ മാസത്തിൽ അവിട്ട നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും അവിട്ട നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വിശദമായി നോക്കാം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് തനതായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. ഊർജ്ജസ്വലതയും ധൈര്യവും. ഇവർക്ക് വലിയ ഊർജ്ജസ്വലതയും എന്തിനെ നേരിടണം, എങ്ങനെ നേരിടണം എന്നുള്ള ധൈര്യവും ഉണ്ടാകും. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും കഠിനാധ്വാനം ചെയ്യുന്നതിനും ഏതറ്റം വരെയും പോകാൻ ഒരു മടിയുമില്ലാത്തവരാണ്. സംഗീതം, നൃത്തം, മറ്റ് കലാപരമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ താല്പര്യവും കഴിവും ഉണ്ടാകും. ധനം സമ്പാദിക്കാനുള്ള കഴിവും അതിനായി തന്ത്രങ്ങൾ മെനയാനും ഇവർക്കറിയാം. സാമൂഹിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. തങ്ങളുടെ കടമകളെക്കുറിച്ച് ബോധമുള്ളവരും അവ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവരുമാണ്. തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം ചിലപ്പോൾ പിടിവാശിയിലേക്ക് നയിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് കൂടുതൽ പേരും. 2025 ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും ഗ്രഹസ്ഥിതിയും. സൂര്യൻ ജൂൺ 8 വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ജൂൺ 8 ശേഷം മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. സൂര്യൻ്റെ ഈ രാശിമാറ്റം അവിട്ട നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ നൽകുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ചൊവ്വ മാസം മുഴുവൻ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യമായ ചൊവ്വയുടെ ഈ സ്ഥാനം ചിലപ്പോൾ വൈകാരികമായ പിരിമുറുക്കങ്ങൾക്കും ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകാം. എന്നാൽ അതേസമയം കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ ഊർജ്ജം നൽകുകയും ചെയ്യും. മാസത്തിൻ്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നു. ആശയവിനിമയത്തിൽ വ്യക്തത നൽകും. ജൂൺ ആദ്യവാരത്തിൽ മിഥുനൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് ആശയവിനിമയത്തിലും ബുദ്ധിയിലും കാര്യങ്ങളിലും കൂടുതൽ വേഗത നൽകും. വ്യാഴം ഇടവൻ രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പൊതുവെ ഭാഗ്യത്തിന് അനുകൂലമായ ഫലങ്ങൾ നൽകും. ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലാണുള്ളത്. ഇത് ഭൗതിക സുഖങ്ങളിലും പ്രണയത്തിലും താല്പര്യം വർദ്ധിക്കും. മാസാവസാനത്തോടെ ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും. ശനി കുംഭൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ ഭാഗം കുംഭൻ രാശിയിലായതുകൊണ്ട് ശനിയുടെ ഈ സ്ഥാനം തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്ഥിരതയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നൽകും. ചിലപ്പോൾ കാര്യങ്ങൾ പതിയെ നീങ്ങാനും സാധ്യതയുണ്ട്. രാഹു മീനൻ രാശി രേവതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യതയാണ് നൽകുന്നത്. കേതു കന്നി രാശിയിൽ ചിത്തിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ആത്മീയ ചിന്തകൾക്കും ആരോഗ്യപരമായ ശ്രദ്ധയ്ക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. 2025 ജൂൺ മാസത്തിലെ ഫലങ്ങൾ മേഖല തിരിച്ചുള്ള വിശകലനം നോക്കുമ്പോൾ തൊഴിലിൽ ജൂൺ മാസം അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകളോ ചുമതലകളോ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. ചൊവ്വയുടെ സ്വാധീനം കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ ഊർജ്ജവും ധൈര്യവും നൽകും. ശനിയുടെ സ്ഥിതി സ്ഥിരതയും കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാനുള്ള കഴിവും നൽകും. മാസത്തിൻ്റെ മധ്യത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കുക. സംയമനത്തോടെയും നയപരമായും ഈ സാഹചര്യങ്ങൾ നേരിടേണ്ടതുമുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ സമയം അനുകൂലവുമാണ്. മാസാവസാനം സ്ഥിരത നിലനിർത്തുക. പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരാൻ സാധ്യതയുണ്ട്. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അമിത ചെലവുകൾ ഒഴിവാക്കണം. ശുക്രൻ്റെ സ്വാധീനം ചിലപ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദ കാര്യങ്ങൾക്കോ കൂടുതൽ പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കാം. മാസാവസാനം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാനും സാധ്യതയും കാണുന്നുണ്ട്. ധനകാര്യം ചെയ്യുമ്പോൾ വിവേകത്തോടെ പെരുമാറുക. മാസാവസാനം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലപ്പോൾ ഊർജ്ജക്കുറവോ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യായാമം പതിവാക്കുക. മതിയായ വിശ്രമം എടുക്കുക. ആരോഗ്യത്തിന് നല്ലതുമാണത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനമോ യോഗയോ ഒക്കെ ശീലിക്കുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും. കേതുവിൻ്റെ സ്വാധീനം ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മാസാവസാനം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണുള്ളത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി നല്ല സമയം ചെലവഴിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വയുടെ സ്വാധീനം കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും.
രാഹുവിൻ്റെ സാന്നിധ്യം ചില തെറ്റിദ്ധാരണകൾ ഇടയാക്കിയേക്കും. സംയമനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക. തുറന്ന് സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. പ്രണയപരമായ കാര്യങ്ങളിൽ ഈ മാസം പൊതുവെ അനുകൂലമാണ്. ശുക്രൻ്റെ അനുകൂല സ്ഥാനം പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും അടുപ്പവും ഒക്കെ നൽകും. പുതിയ പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹം അനുഭവപ്പെടും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ ഇടയ്ക്കുണ്ടാവും. പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം അനുകൂലവുമാണ്. സൂര്യൻ്റെ സ്വാധീനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രാഹുവിൻ്റെ സ്വാധീനം പഠനത്തിൽ ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാം. ഏകാഗ്രത കുറയും, മറവിയൊക്കെ ഉണ്ടാകും. അതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക. ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ഒന്നാം ആഴ്ച ജൂൺ 1 മുതൽ 7 വരെ സൂര്യൻ ഇടവൻ രാശിയിൽ തുടരുന്നുണ്ട്. ഇത് പൊതുവെ സ്ഥിരതയും ഊർജ്ജവും ഒക്കെ നൽകും. ബുധൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ആശയവിനിമയത്തിൽ വ്യക്തതയും കാര്യക്ഷമതയൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായി നല്ല സമയമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ആഴ്ചയിൽ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. ഇത് പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും വഴിയൊരുക്കും. പൗർണമി ജൂൺ 10 മാനസികമായ സന്തോഷം നൽകും. വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കേണ്ടതുമാണ്. മൂന്നാം ആഴ്ചയിൽ ജൂൺ 15 മുതൽ 21 വരെ ചൊവ്വയുടെ സ്വാധീനം വൈകാരികമായ ചില അസ്വസ്ഥതകൾക്ക് കാരണമാകാം. ബുധൻ മിഥുനൻ രാശിയിൽ തുടരുന്നുണ്ട്. ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പ്രണയബന്ധങ്ങളിൽ സന്തോഷവും അടുപ്പവും വർദ്ധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. നാലാം ആഴ്ച അതായത് ജൂൺ 22 മുതൽ 30 വരെ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു. ഭൗതിക സുഖങ്ങളിലും പ്രണയത്തിനും താല്പര്യം വർദ്ധിക്കും. രാഹുവിൻ്റെ സ്വാധീനം ചില ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കിയേക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ദോഷപരിഹാരങ്ങളായി പറയുന്നത് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് അല്ലെങ്കിൽ ദേവിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വ മന്ത്രങ്ങൾ ജപിക്കുക. ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ഈ പരിഹാരങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നതിലൂടെ അവിട്ട നക്ഷത്രക്കാർക്ക് 2020 ജൂൺ മാസത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും.